ഇന്ത്യയിൽ RSS രൂപീകൃതമായതിനു ശേഷം എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റ് RSS വളരെ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തിയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് സ്റ്റേറ്റുകളിൽ അത് പ്രയോഗവൽക്കരിക്കാൻ അവർക്ക് ഗുജറാത്ത് പോലെയുള്ള ഇടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്, മറ്റിടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ അതിൻ്റെ ഒരു സാധ്യത വരുന്നത് ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിലേക്ക് കയറുന്ന സമയത്താണ് ഒരു ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റ് കേരളത്തിലും ആരംഭിക്കുന്നത്. സത്യത്തിൽ ഈ കേരളത്തിൽ ഇത് വരുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കർണാടകയിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ RSSൻ്റെയോ BJPയുടെയോ ഒരു അജണ്ട വന്ന് അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു തരംഗ സമാനമായ ഒന്നാണ്. ഇപ്പോൾ കർണാടക നമുക്കറിയാം, രൂക്ഷമായ RSSന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റാണ് കർണാടക. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 82% ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുള്ള കർണാടക പോലും ഒരു തരംഗത്തിൽ അതിശക്തമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. എന്നാൽ കേരളത്തിൽ ഈ വർഗീയത വന്നിറങ്ങിയാൽ അതൊരു തരംഗം കൊണ്ട് വരികയോ ഒരു തരംഗം കൊണ്ട് ഇല്ലാതെ പോവുകയോ ചെയ്യില്ല. കാരണം ഇതൊരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വളരെ അരിച്ചരിച്ച് വർഗീയത ആളുകളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇത് പ്രതിരോധിക്കാൻ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, അത് LDF ആയാലും UDF ആയാലും ഒക്കെ തന്നെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രതിരോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കടവത്തൂരിൽ നടത്തിയിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, BJPയുടേത് ഹിന്ദു സ്നേഹമല്ല, അതേസമയത്ത് വളരെ ഹിന്ദുത്വ അജണ്ടയുള്ള രാഷ്ട്രീയമാണ്. മോദി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ്, അത് സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയാണ് എന്ന ഒരൊറ്റ പ്രയോഗം അന്ന് നികേഷ് കുമാർ രാഷ്ട്രീയമായ താല്പര്യം വെച്ച് വളച്ചൊടിച്ചു വലിയ വാർത്തയാക്കി കേരളത്തിൽ മുഴുവൻ നിറഞ്ഞെന്നൊരു വാർത്തയാണ്. ഞാൻ പറയുന്നത് അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ RSSന് അനുകൂലമാണെന്ന് തോന്നാവുന്ന പ്രയോഗങ്ങൾ പോലും അപകടകരമായിട്ടാണ് മലയാളി കണ്ടിരുന്നത്. അതൊരു സാംസ്കാരികമായ പ്രതിരോധമായിരുന്നു. എന്നാൽ അതേ കേരളത്തിലാണിപ്പോൾ കേരളത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള പുതിയ തലമുറയിൽ CPMനെ നയിക്കുന്ന രണ്ടാം തലമുറ നന്നാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന CPMനകത്ത് ഷംസീർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്പീക്കർ പറയുന്നത് RSS ഒരു പ്രമുഖ പാർട്ടിയാണ്. വളരെ കൂളായിട്ടാണ്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ RSS ഒരു പ്രമുഖ പാർട്ടിയാണ്. വളരെ ഒരു സ്വാഭാവികതയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടായത്. ഒരു പ്രമുഖ പാർട്ടിയാണ് എന്നാണ്. അത് പിണറായി വിജയൻ പറയുകയാണെങ്കിൽ അതിൽ അതിശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സംഘീബന്ധം മാത്രമല്ല, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കുന്നത് പോലും RSSൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് പിന്നീട് കേരളം കണ്ടിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കേരളത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്ക്, കേരളത്തിൻ്റെ ബ്യൂറോക്രസിയിലേക്ക്, അധികാര കേന്ദ്രങ്ങളിലേക്ക് RSS പോലെ ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ നുഴഞ്ഞു കയറുന്നു എന്ന വാർത്ത വരാൻ തുടങ്ങിയിട്ട്, അതൊരു പ്രതിപക്ഷ ആരോപണമല്ല, ഭരണപക്ഷത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ആരോപണത്തിൽ പോലും അതിഭീകരമായ നിശബ്ദതയാണ് മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനം അങ്ങനെ നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി സംസാരിക്കുക എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഔദാര്യമല്ല, അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം ഔദാര്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത്രയധികം അപകടകരമായ ആരോപണങ്ങൾ രാജ്യത്ത് വന്നിട്ടും അദ്ദേഹം പാലിക്കുന്ന മൗനം ഈ പറയുന്ന പ്രശ്നങ്ങളുടെ ഗൗരവത്തെ കാണിക്കുന്നതാണ്. ഞാനിവിടെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ കോഴിക്കോട്ടെ പത്രക്കാർക്ക് മുഴുവൻ അറിയാവുന്നൊരു കാര്യമുണ്ട്. 2023 ഏപ്രിൽ 2 എലത്തൂരിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടാവുന്നു. ഈ പുതിയ പശ്ചാത്തലത്തിൽ ഞാനെന്നല്ല, മുസ്ലിം ലീഗ് എന്നല്ല, നിങ്ങൾ ഈ പത്രക്കാർക്ക് മാത്രമല്ല എല്ലാവരും ഉന്നയിച്ചിരുന്ന ഒരു സംശയം, ഒരുപക്ഷേ അതിനെക്കുറിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആ ദുരന്തമുണ്ടായി ഹിന്ദു റിപ്പോർട്ട് ചെയ്ത ഒരു ലേഖനം പോലും ഉണ്ട്. അതിനകത്തടക്കം പറഞ്ഞ ഒരു സംശയമുണ്ട് എലത്തൂരിലെ ഈ ട്രെയിൻ തീവപ്പിനെ കുറിച്ച്. കണ്ണൂർ ആലപ്പുഴ ട്രെയിനിലാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 9 പേർക്ക് പൊള്ളലേറ്റു, 3 പേര് മരിച്ച ഒരു സംഭവമാണ്. ഈ സംഭവം അതിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഫാറൂഖ് സൈഫി എന്ന് പറയുന്ന 26 വയസ്സുള്ള ആളെ മഹാരാഷ്ട്ര ATS രത്നഗിരിയിൽ വെച്ച് പിടിക്കുകയും ചെയ്തു, ഹോസ്പിറ്റലിൽ വെച്ച് പിടിച്ചു. ഈ കേസ് അന്വേഷിച്ചത് ADGP അജിത്താണ്. ആ കേസിൻ്റെ പശ്ചാത്തലം നിങ്ങൾ മുഴുവൻ ഓരോ ഘട്ടമായിട്ട് ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2023 സെപ്റ്റംബർ 30 അന്വേഷണം 10 മാസത്തെ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് ADGP ഇതെന്ത് ചെയ്യുന്നു, NIA കോടതിയിൽ കൊടുക്കുന്നു. NIA കോടതി വിചാരണക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. അതിൽ ADGP കൊടുത്ത റിപ്പോർട്ടാണ് വലിയ തമാശ എന്ന് പറയുന്നത്. ഈ 9 പേർക്ക് പൊള്ളലേറ്റ, ട്രെയിനിന് തീവച്ച, 3 പേർ മരിച്ചുപോയ ഈ കേസ് ഇയാൾ ഒറ്റക്കാണ്, ഇയാളൊരു സിംഗിൾ തീവ്രവാദിയാണ്. അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഏകാംഗിയായിട്ടുള്ള ഒരു തീവ്രവാദിയാണ്.
വാട്സാപ്പിലും ഫേസ്ബുക്കിലും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ആവേശം ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ മഹാരാഷ്ട്രയിൽ നിന്ന് നോർത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു, ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങുന്നു, അവിടെ ഒരു കുപ്പിയിൽ അദ്ദേഹം പെട്രോൾ കയ്യിൽ വെക്കുന്നു, എലത്തൂരിൽ ഒരു രാത്രി 9 മണിയോടുകൂടി എത്തുന്ന ട്രെയിനിൽ ഇയാൾ തീ വെക്കുന്നു. എന്നിട്ട് തീ വെക്കുന്ന കാര്യം മാത്രമല്ല, ഇയാൾ തീ വെച്ച് അവിടെ കുറച്ചു നേരം ട്രെയിൻ നിർത്തി ആ തീപ്പൊള്ളലേറ്റ അയാൾ അതേ ട്രെയിനിൽ കണ്ണൂരിൽ പോയി ഇറങ്ങുന്നു. കണ്ണൂരിൽ നിന്ന് വേറെ ഒരു ട്രെയിൻ കയറിയിട്ട് അയാൾ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു. മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വഴിയിൽ ട്രെയിനിൽ നിന്ന് അയാൾ ചാടുന്നു. ചാടുന്ന വഴിയിൽ നാട്ടുകാർ കൊണ്ടുപോയിട്ട് ഇയാളെ രത്നഗിരി ആശുപത്രിയിലാക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്.